ഏകദേശം ഒരു 10-18 മാങ്ങയോളം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ചധികം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ടായിരുന്നു വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം അത് എല്ലാം കൂടെ ഒന്ന് ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അച്ചാർ പൊടി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ അച്ചാർ പൊടി ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ വേറെ ഒരു കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ചും കൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒന്ന് കറക്റ്റ് ഒന്ന് ലൂസായി വരുന്ന സമയം വരെ നമുക്കിത് അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം വേണമെന്നുള്ളത്. അതൊന്ന് അത്രയും മതി, ഒരുപാട് ലൂസ് ആകുകയും വേണ്ട. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങയ്ക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ചട്ടിക്കകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ മാങ്ങേനെ, കാരണം അത് വാടിപ്പോകും. അപ്പോൾ ഇതുപോലെ ആകുമ്പം നമ്മൾ കടുക്കാൻ ഒരു എന്താ പറയുക പച്ചമാങ്ങ കടിച്ച് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു മസാല ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.